ഈ സ്റ്റേഷനില് ആകെ കുറച്ച് മനുഷ്യപ്പറ്റുള്ള ഒരു ഓഫീസർ അനിത. എന്താവശ്യത്തിന് സമീപിച്ചാലും ഉടനെ അത് നടത്തി തരും. അപ്പോ കാര്യപ്രാപ്തിയുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണമല്ലോ. തീർച്ചയായും. അത് മനസ്സിലാക്കാത്ത ചിലർ ഈ സ്റ്റേഷനിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവരെ കാണാനാ ഞാൻ വന്നത്. എടോ, ഞാനും ഈ ഗോപാലനും പഴയ കൂട്ടുകാരാ. ഞാൻ പണ്ട് സി എ ആയിരുന്നപ്പോ ഗോപാലൻ കച്ചവടം തുടങ്ങുന്നതേ ഉള്ളൂ. അവിടെ നിന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും പുരോഗതി വളരെ പെട്ടെന്നായിരുന്നു. എന്റെ വളർച്ചയിൽ ഈ ഗോപാലന് വളരെ തെറ്റില്ലാത്ത പങ്കുണ്ട്. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഒരു എസ് ഐക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്യണമെങ്കിൽ ആ സ്റ്റേഷൻ പരിധിയിലുള്ള പ്രധാനിമാരെ എല്ലാം നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയണം. അവർക്ക് മര്യാദയ്ക്ക് കച്ചവടം ചെയ്യാൻ പറ്റിയാലേ നമുക്കും നാടിന് ഉപകാരം വരികയുള്ളൂ. കാരണം അവരിൽ നിന്ന് പിരിച്ചു കിട്ടുന്ന ടാക്സ് കൊണ്ടാ സർക്കാർ നമുക്കൊക്കെ ശമ്പളം തരുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാർ. മോളം നിന്നേ. ഞാനീ പറയുന്നത് നിനക്കൂടി കേൾക്കാൻ വേണ്ടിയാ. ഗോപാലിനെ ഇവിടെ മര്യാദയ്ക്ക് കച്ചവടം ചെയ്യാൻ താനും തന്റെ ഈ കോൺസ്റ്റബിളും സമ്മതിക്കുന്നില്ല എന്നാ ഇയാൾ എന്നോട് പറഞ്ഞത്. ഇയാളും ഇയാളുടെ കുടുംബത്തിനെതിരെ കള്ളക്കേസുകൾ ഫയൽ ചെയ്യുന്നു, ഇയാളുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തുന്നു. ഇതെല്ലാം എത്ര ഗുരുതരമായ ആരോപണമാണെന്ന് തനിക്കറിയാമോ? എന്തിനാണോ ഇത്ര ബലം പിടിക്കുന്നത്? സഹകരിച്ച് മുമ്പോട്ട് പോകുന്നതല്ലേ നിങ്ങൾ രണ്ടു കൂട്ടർക്കും നല്ലത്. എന്താടി, നിനക്ക് ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു.